ശാന്തമായിട്ടിരിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം: കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം: കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്നതുപോലെ മൂടുപടമണിയാത്ത മുഖത്ത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് സന്തോഷത്തോടെ അടുത്ത് ഇരിക്കുന്നവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം: ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ. എല്ലാവരും അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ. ഇത് പോരല്ലോ, കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ. ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? രൂപാന്തരീകരണമാണ്. നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രൂപാന്തരീകരണമാണ് സംഭവിക്കുന്നത്. രൂപാന്തരീകരണം സംഭവിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ദൈവമഹത്വം കിട്ടും. അപ്പൊ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? രൂപാന്തരീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ എന്താണ് കിട്ടുന്നത്? ദൈവമഹത്വം. അതിൽ ഒരു കാര്യം അമ്മ തെരേസ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അനുഗ്രഹം മുഴുവൻ സ്വർഗത്തിൽ വെച്ച് തരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളല്ല ദൈവം. ദൈവം ഒരു നല്ല യജമാനനാണ്. ദൈവം ആരാണ്? നല്ല ഒരു മുതലാളിയാണ്. ഈ മുതലാളിയുടെ വീട്ടിൽ പണിയെടുത്താൽ സാലറി എപ്പം കിട്ടും? പണി കഴിയുമ്പോ ഡെയിലി കൊടുക്കുമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് പണിയെടുത്തിട്ട് എല്ലാം സ്വർഗത്തിൽ വരുമ്പോ തരാമെന്ന് പറയുന്ന ആളല്ല. നമുക്കെല്ലാം സ്വർഗത്തിൽ വെച്ച് കിട്ടിയാ മതിയോ? പോരാ. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ തരുന്ന ഒരു നല്ല യജമാനനാണ് ദൈവം. ഒരു അല്ലേ, അങ്ങനെയല്ലേ? നല്ലൊരു മുതലാളിയാണെങ്കിൽ ആ വീട്ടിൽ ചെന്ന് പണിയെടുത്ത ഈ മാസം കാശ് ശമ്പളം ഇല്ല എന്ന് പറയോ? ഇല്ല. ഓരോന്ന് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിരിക്കും. ഹല്ലേലൂയ. കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിയിരിക്കും. പ്രൈസ് ദ ലോർഡ്. നമുക്ക് കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിയാൽ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അമ്മ ത്രേസ്യയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമ്മൾ പഠിച്ചത്
അമ്മ ത്രേസ്യയുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു അവലോകനവും കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. ഒന്നാം സദനത്തെ കുറിച്ചുള്ള ചില ചിന്തകളുമായിരുന്നു. അതായത് ആത്മാവെന്ന് പറയുന്നത് അമ്മ ത്രേസ്യ കാണുകയാണ്. 7 ഘട്ടങ്ങളിലൂടെയുള്ള ഒരു ദൈവൈക്യത്തിലേക്കുള്ള യാത്രയിലാണ് ആത്മാവ്. നമ്മൾ പറഞ്ഞു ഈ ആലയം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് മതിൽക്കെട്ട്, അതിന്റെ ഒരു ഒന്നാമത്തെ തലമായിരിക്കാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ചുറ്റുപാട് മകത്തിരിക്കാൻ പറ്റുന്നത് അടുത്തത്, ദേവാലയം എന്ന് പറയുന്നത് അടുത്തത്, അൾത്താര എന്ന് പറയുന്നത് അടുത്തത്. അപ്പോൾ ഒന്നിന്റെ ഉള്ളിൽ ഒന്ന് എന്ന രീതിയിലാണ് ഒരു ദേവാലയം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന്റെ യാത്രയാണ് പ്രിയപ്പെട്ടവരെ. ഇതൊരു സ്ഥലമാണ് എന്ന രീതിയിലല്ല നമ്മൾ ഇതിനെ പഠിക്കുന്നത്. നമ്മൾ ആത്മാവിന്റെ യാത്രയുടെ വിവിധ ഘട്ടങ്ങൾ. ഇപ്പോൾ ഇവൻ ഏത് സ്റ്റേജിലാണ് ആത്മീയ യാത്രയിൽ, ഇവന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്താണ് എന്നാണ് അമ്മ ത്രേസ്യ പഠിപ്പിക്കുന്നത്. ആത്മീയ യാത്രയുടെ 7 തലങ്ങളെ കുറിച്ചാണ് നമ്മുടെ പഠനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലെ ആരംഭ സ്ഥലമാണ് ഒന്നാം സദനം എന്ന് പറയുന്നത്. അമ്മ ത്രേസ്യ പറയുന്ന മനോഹരമായ ഒരു ചിന്ത ഇങ്ങനെയാണ്. ഒരാൾക്ക് നല്ലൊരു വീട് കിട്ടി, നല്ല മുഴുത്തൊരു വീട് കിട്ടി, ഒരു 5 ഏക്കർ സ്ഥലത്ത് ഒരു 4000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു മുഴുത്ത വീട് കിട്ടിയെന്ന് വിചാരിക്കുക. സെൻട്രലൈസ്ഡ് AC, നല്ല അടുക്കളയിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ വിറകൊഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. അപ്പോ അടുക്കള നല്ല ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട വീട്, നല്ല വീട്. ഈ വീടിന്റെ താക്കോല് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഈ താക്കോല് കുറെ നാൾ ആഗ്രഹിച്ചിട്ട് കിട്ടിയ ഒരു വീടാണ്. പിന്നെ ഈ താക്കോലും പിടിച്ചിട്ട് ഈ ആള് ജീവിത അവസാനം വരെ ഈ വീടിന്റെ മുറ്റത്ത് കഴിഞ്ഞുകൂടുകയാണ്. അമ്മ ത്രേസ്യ പറയുന്ന ഉദാഹരണം മനസ്സിലായോ? ഇയാൾക്ക് വീട് കിട്ടി, വീടുണ്ടായിരുന്നില്ല, വീട് കിട്ടി. എങ്ങനത്തെ വീട്? നല്ല ഒന്നാന്തരം സ്വപ്ന തുല്യമായ ഒരു വീട് കിട്ടി. എന്നിട്ട് ഒരിക്കൽ പോലും ഇയാളെ വീടിന്റെ അകത്ത് കയറാതെ മരണം വരെ ഇതിന്റെ മുറ്റത്ത്, ഈ വീടിന്റെ പുറത്ത് ആ ചവിട്ടുകല്ലിൽ ഇരുന്ന് ആ ചവിട്ടുകല്ലിൽ ഇരുന്നിട്ട് വീട് നോക്കിയിരിക്കുകയല്ല, പുറത്തുള്ള റോഡ് നോക്കിയിരിക്കാം. എങ്ങനെ ഉണ്ടാവും അയാളുടെ ഒരു അവസ്ഥ? നിങ്ങൾ അയാൾ എന്തെന്ന് വിളിക്കും? അപ്പോൾ ഓക്കെ, ഉദാഹരണം മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അമ്മ ത്രേസ്യ പറയുന്ന ഉദാഹരണങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ട്, പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ മനസ്സിലായി, ഇതുപോലെയാണ് ഉള്ളിന്റെ ഉള്ളിൽ ഇത്ര മനോഹരമായ ഒരു സദനമുണ്ടായിട്ട്, ദൈവം വസിക്കുന്ന ഒരു ഭവനമുണ്ടായിട്ട്, ആ ഭവനം നിനക്ക് സ്വന്തമായി തന്നിട്ട് ആ ഭവനത്തിലേക്ക് പ്രവേശിക്കാതെ ഈ ലോകത്തിലുള്ള വസ്തുക്കളിലേക്ക് വഴി കൂടെ പോകുന്ന ബസ്സിലേക്ക് ഒക്കെ അങ്ങനെ നോക്കിയിരിക്കുന്നവർ, ഈ ഉള്ളിലേക്ക് നോക്കിയിരിക്കാതെ മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്നവർ, ഉള്ളിൽ ഈ വീടിന്റെ പുറത്ത് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞുകൂടുന്ന മനുഷ്യനെ പോലെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മെഡിറ്റേഷന് വേണ്ടി പ്രാർത്ഥിച്ചത്, ഈശോയെ ഈ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന എന്നെ ഒന്ന് അകത്തേക്ക് നോക്കിയിരിക്കാൻ നീ അനുഗ്രഹിക്കണമേ. പുറത്തിറങ്ങി നടക്കുകയാണ്, വീട് കിട്ടിയിട്ട് വീടിന്റെ ചുറ്റും ഇറങ്ങി നടക്കുകയാണ്. വീടിന്റെ അകത്ത് കയറാത്ത എന്നെ വീടിന്റെ അകത്തേക്ക് കയറാനും ആ വീട്ടിൽ വസിക്കാനും പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ വീടിന്റെ അകത്തേക്കുള്ള പ്രവേശനത്തെ കുറിച്ചും ഈ വീടിന്റെ ഉള്ളിൽ എങ്ങനെ വസിക്കാം എന്നതിനെ കുറിച്ചുമുള്ള
വളരെ വിലയുള്ള പഠനങ്ങളാണ് അമ്മ ത്രേസ്യ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് തിരുസഭ അവളെ തിരുസഭയുടെ വേദപാരംഗത എന്ന് വിളിച്ചത്. കൈയടിച്ച് കർത്താവിന്. മറ്റുള്ള അനേകം വേദപാരംഗതർ, വിശുദ്ധ അഗസ്തീനോസിനെ പോലെയും അംബ്രോസിനെ പോലെയും ഒക്കെയുള്ള അനേകം വേദപാരംഗതർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അഗസ്തീനോസിനെ കുറിച്ച് പറയുന്നത്, ഇദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചു തീർക്കണമെങ്കിൽ 7 കൊല്ലം വേണമെന്നാ പറഞ്ഞത്. 7 കൊല്ലം വേറൊരു പണിയും ചെയ്യാതെ ഇരുന്ന് വായിച്ചാൽ എഴുതിയതൊക്കെ വായിച്ചു തീർക്കാൻ പറ്റും. അത്രമാത്രം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അമ്മ ത്രേസ്യ എഴുതിയിട്ടുള്ളത് മുഴുവൻ വായിക്കാൻ നമുക്കൊരു മാസം മതി. 1 മാസം വേണ്ട. ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാവുന്ന അത്രയും പുസ്തകങ്ങളെ, ഇത്രയും പിടിച്ചുകൊണ്ട് നടക്കാവുന്ന അത്രയും പുസ്തകവും അമ്മ ത്രേസ്യ എഴുതിയിട്ടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ആ ചെറിയ നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കാവുന്ന അത്രയും കാര്യത്തിൽ വലിയ വലിയ ആധ്യാത്മിക രഹസ്യങ്ങൾ, അതായത് ഈ ഉള്ളിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിലേക്ക് പ്രവേശിക്കാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ 2 ആഴ്ചകളിലെയും ക്ലാസ്സുകൾ കേൾക്കാത്തവർക്ക് അത് രണ്ടും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുന്നത് നല്ലതായിരിക്കും എന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ സദനത്തിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ആത്മബോധമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്നെ കുറിച്ച് തന്നെ അറിയുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വളരെ ഗൗരവമുള്ള ഒരു പഠനം കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നവരൊന്ന് കരമുയർത്താവോ? ഒത്തിരിയേറെ പേരുണ്ടായിരുന്നു. ഇല്ലാതിരുന്നവരൊന്ന് കരമുയർത്താവോ? ഒത്തിരിയേറെ പേരില്ലായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് ഒരു 2 മിനിറ്റ് കൊണ്ട് അച്ഛനൊന്ന് ചുരുക്കാം. നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്. എന്ത് ഐഡന്റിറ്റിയാണ്? ഇന്നലെ ഒരു പാസ്റ്റ് ഐഡന്റിറ്റി ഉണ്ട്. ഇന്നലെ വരെ എന്റെ ജീവിതത്തിൽ എനിക്ക് എന്താണ് കിട്ടിയത്? എനിക്ക് വേണ്ടി എന്റെ ഈശോ കുരിശിൽ മരിക്കുകയും എന്റെ പാപങ്ങൾ പൊറുക്കുകയും എന്നെ വീണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്റെ പാസ്റ്റ് ഐഡന്റിറ്റി. ഇന്ന് കർത്താവിന്റെ അപരിമേയമായ ശക്തി എന്നിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനൊരു ദൈവ പൈതലാണെന്ന രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. 2, നാളെ ഇതിന്റെ ഫലമായി ഞാൻ മഹത്വം പ്രാപിക്കും. പാസ്റ്റ് ഐഡന്റിറ്റി, പ്രസന്റ് ഐഡന്റിറ്റി, ഫ്യൂച്ചർ ഐഡന്റിറ്റി. ഈ 3 കാര്യങ്ങളും എന്റെ മനോമുഖരത്തിൽ ഉണ്ടായിരിക്കണം. ഇതിനെയാണ് സെൽഫ് അവയർനെസ്. ഞാൻ ആരാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. ഞാൻ ആരാണെന്ന് ചോദിച്ച എന്റെ പേരല്ല, എന്റെ നിറമല്ല, എന്റെ കുടുംബ പേരല്ല, എന്റെ ജോലിയല്ല, എന്റെ ക്വാളിഫിക്കേഷൻസ് അല്ല, എന്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകളല്ല. ഞാൻ ആരാണ്? ദൈവത്തിന്റെ കണ്ണിൽ ഞാൻ ആരാണ്? അതാണ് എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഈ ഐഡന്റിറ്റി കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ആരാണെന്നറിയണമെങ്കിൽ നമ്മൾ ദൈവമാരാണെന്നറിയണം. ദൈവമാരാണെന്നറിയാതെ നമ്മൾ ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദൈവമാരാണെന്നറിയാതെ നമ്മൾ ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ദൈവമാരാണെന്നുള്ളൊരു ചോദ്യത്തിന് ഒരു ഉത്തരം നമ്മൾ കണ്ടുപിടിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് മുഴുവൻ നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ചാണ്. ദൈവത്തിന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് ദൈവം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആരാണെന്ന് പറയുമ്പോ ദൈവം ആരല്ല എന്ന് കൂടെ പറയണം. പലരും വിചാരിച്ചിരിക്കുന്നത് ദൈവം എന്ന് പറയുന്നത് ഒരു പ്രോസ്പെരിറ്റി കൾട്ട് ആണ് എന്നാണ്. അതായത് എന്നെ അനുഗ്രഹിക്കുന്ന, എനിക്ക് ഐശ്വര്യമുണ്ടാക്കുന്ന പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയും. എനിക്ക് സമൃദ്ധിയുണ്ട്, എനിക്ക് കാശുണ്ടാക്കി തരുന്ന ഒരാള്, എനിക്ക് ജോലി ഉണ്ടാക്കി തരുന്ന ഒരാള്, എനിക്ക് കല്യാണം നടത്തി തരുന്ന ആള്, ഇതാണ് ദൈവം. എനിക്ക് ആരോഗ്യം തരുന്ന ഒരാള്. പ്രിയപ്പെട്ടവരെ, ഇതാണോ ദൈവത്തിന്റെ ഐഡന്റിറ്റി? പാർഷ്യലായിട്ടൊക്കെ, പക്ഷേ പൂർണ്ണമായിട്ട് എനിക്ക് ഒരു ബ്ലെസ്സിങ് വേണം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, ഞങ്ങൾ പലതും ഒക്കെ ചെയ്തു നോക്കി, പിന്നെ അവസാനം എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച്, എങ്ങനെയെങ്കിലും കാര്യം നടക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നു. അത് ശരി.
എങ്ങനെയെങ്കിലും കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന്? ഇവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ദൈവത്തെ കുറിച്ചുള്ള ഒരു ഐഡന്റിറ്റി എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് എന്തല്ല എന്ന് പറയാം. ഇനി ചില ആളുകൾ പറയും എല്ലാ വഴിയും ഒന്നാണ്, യൂണിവേഴ്സലിസം എന്നാണ് അതിനെ പറയുന്നത്. എല്ലാ വിശ്വാസവും ഒരു സ്ഥലത്തേക്കല്ലേ നമ്മളെ നയിക്കുന്നത്. എവിടെ വിശ്വസിച്ചാലും, എവിടെ ആരാധന നടത്തിയാലും, ആരെ പൂജിച്ചാലും എല്ലാ വഴികളും ഒരിടത്തേക്ക് തന്നെ അല്ലേ ചെന്നെത്തുന്നത് എന്ന് പറയുന്ന ചില ചിന്താരീതികളുണ്ട്. നമ്മൾ നന്മയൊക്കെ ചെയ്ത് ജീവിച്ചാൽ മതി, എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ എത്തും. പ്രിയപ്പെട്ടവരെ, അതൊരു തെറ്റിദ്ധാരണയാണ്. ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനാണ് വഴി, ഞാൻ മാത്രമാണ് വഴി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ പറയുന്നത് ദൈവത്തിന്റെ മറ്റൊരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡ് ഗോഡ് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയാണ്. എന്താണത്? എന്ത് കഴിച്ചാലും എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, നമ്മുടെ ജീവിത രീതികളെ പാപം. ഒരു ഉദാഹരണത്തിന് മദ്യപാനം. എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു സന്തോഷത്തിന് ഒരിത്തിരി കുടിച്ചു എന്ന് വിചാരിച്ച് അത് തെറ്റല്ല. അത് ഏത് ഗോഡാണ്? അതിനെയാണ് ഈ ഫാസ്റ്റ് ഫുഡ് ഗോഡ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളവര് ഒരു വീട്ടിൽ ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ലിവിങ് ടുഗദർ ഒരുമിച്ച് ജീവിക്കുന്നു. അത് എന്തല്ല? തെറ്റല്ല. പിന്നെ കല്യാണം കഴിച്ച് എനിക്ക് വേറൊരാളുമായിട്ട് ഇടയ്ക്ക് ഒരു സന്തോഷം കിട്ടാൻ, ഒരു സൗഹൃദം കിട്ടാൻ, ഇടയ്ക്ക് ഫോൺ വിളിയും ഇടയ്ക്ക് വീഡിയോ കോളും ഒക്കെ ഉണ്ട്. അതൊന്നും തെറ്റല്ല. ഞാൻ പഠിച്ച് ബോറടിക്കുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരാളെ പരിചയപ്പെടുന്നു. കുറെ നേരം പഠിച്ചതിന്റെ ബോറടി മാറ്റാൻ വേണ്ടി അയാളുമായിട്ട് കുറച്ചു നേരം ചാറ്റ് ചെയ്യുന്നു, പിന്നെ അത് ഓഫ് ചെയ്യുന്നു. പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ വേറൊരാളെ വിളിക്കുന്നു, അയാളുമായിട്ട് ചാറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവളുടെ അനിയം പറഞ്ഞാണ്, അച്ഛൻ ഇതിപ്പോ ഇവളുടെ 12ാമത്തെ ആളാണെന്ന്. അപ്പൊ അതൊന്നും ഒരു തെറ്റല്ല. ഹല്ലേലൂയ. അപ്പോ മദ്യപാനം തെറ്റല്ല. പിന്നെ മകന്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഒരു 70 ലക്ഷം 80 ലക്ഷം ഒക്കെ ഒന്ന് ചെലവഴിച്ച, അല്ലെങ്കിൽ 1 കോടി ചെലവഴിക്കുന്നത് ഒരു തെറ്റ്. നമ്മളിപ്പോ കാശിന് എന്ത് ചെയ്യാനാണ്? അതൊരു തെറ്റ്. ധൂർത്ത് എന്ന് പറയുന്നത്, ആർഭാടം കാണിക്കുന്നു എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യമില്ലാത്തതിലും അപ്പുറത്ത് അതിന്റെ നമുക്ക് 2 പേരുള്ളൂ, ആകെ 2 പേരുള്ളൂ. 3 ബെഡ്റൂം ഉണ്ടെങ്കിൽ ആവശ്യത്തില്ല. അതിന് 6 ബെഡ്റൂമിന്റെ വീട് പണിയുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഐഡന്റിറ്റിയെ നമ്മൾ രൂപപ്പെടുത്തുക. ദൈവം അത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇഷ്ടമനുസരിച്ച് രൂപപ്പെടുത്തുകയാണ്. 4ാമതായി ഒരു ലിമിറ്റഡ് ഗോഡ് എന്ന് പറയുന്ന ഐഡന്റിറ്റി ഉണ്ട്. ദൈവത്തിന് അത്രയൊന്നും ശക്തിയില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണത്. ഒരു ഉദാഹരണത്തിന് നിങ്ങളോട് വന്നിട്ട് പറയുകയാണ്, ഒരു ധ്യാനത്തിന് പോയപ്പോൾ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റാത്തത് നിങ്ങളുടെ വീട്ടിൽ ആരോ എന്തോ ഒരു തകിട് കൊണ്ടുവന്നിട്ടിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോ അവിടെ എന്താണുള്ളത്? ലിമിറ്റഡ് ഗോഡാണ്. ഈ തകിടിന്റെ മീതെ ദൈവത്തിനൊരധികാരവും ഇല്ലേ? അതെടുത്ത് കളഞ്ഞാലേ നിങ്ങൾ രക്ഷപ്പെടൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ഒരു അത്തെയിസമാണ്, ഒരു ദൈവനിരാസമാണ്. ഞങ്ങൾ ഇങ്ങനെ ചെയ്താലേ, ഞങ്ങൾ ഇതൊക്കെ ചെയ്താലേ, ഇതൊക്കെ എടുത്തു കളഞ്ഞാലേ, അല്ലെങ്കിൽ അതിന് പ്രതിവിധി ചെയ്താലേ നമ്മൾ രക്ഷ പ്രാപിക്കൂ എന്ന് പറയുന്നത് ഒരു ദൈവനിരാസമാണ്. കാരണം ദൈവത്തിന് ഇതിന്റെ മേൽ ശക്തിയില്ല എന്ന് നമ്മൾ പറയാതെ പറയുകയാണ്. ഒരു സഹോദരി ഒരു ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. അവിടെ ഒരു പ്രാർത്ഥിക്കുന്ന ആള് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഞങ്ങൾ വന്ന് അവരിവരെയൊന്നും വിളിക്കരുത്, എടുത്തു കളയാൻ. ചില ആളുകളുണ്ട്, അവര് തന്നെ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് അവര് എടുത്തു കളയുന്ന ആളുകളുണ്ട്, അവരെ വിളിക്കരുത്, ഞാൻ തന്നെ ഒരാളെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു.
അങ്ങനെ അറേഞ്ച് ചെയ്തു. ഇയാൾ വന്നു, എടുത്ത് എന്തോ ഇങ്ങനെ കൊന്തയൊക്കെ പിടിച്ച് കിലുക്കി അലമാരിയുടെ ഉള്ളിലേക്ക് ഇയാൾ കൈയിട്ടിട്ട് പുറത്തേക്ക് വന്നപ്പോ കയ്യിലൊരു തകിടുണ്ടായിരുന്നു. അങ്ങനെ ആ തകിട് എടുത്ത് കളഞ്ഞു. അങ്ങനെ 15,000 രൂപയുമായിട്ട് അയാൾ പോയി. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞിട്ട് പ്രശ്നം മാറിയിട്ടില്ല. 3 മാസം കഴിഞ്ഞപ്പോ പറഞ്ഞു, അത് ഒരെണ്ണമല്ല, ഇനി ഇതിൽ കൂടുതലുണ്ട് എന്ന് പറഞ്ഞ് അടുത്ത ഗ്രൂപ്പിനെ കൊണ്ടുവന്നു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ വരുന്നതും എടുത്തു കളയുന്നതും വേറെ ആരുടെയും ദൃഷ്ടിയിൽ പെടരുത്. അങ്ങനെ പാതിരാത്രി 2 മണിക്കാണ് വീട്ടിൽ വന്നതെന്നാണ് ഈ സഹോദരി പറഞ്ഞത്. എടുത്തു കളയാനുള്ളവർ വീട്ടിൽ 2 മണിക്ക് വന്നു. കുറെ നേരം പ്രാർത്ഥിച്ച് ഏതാണ്ടൊക്കെ എടുത്തു കളഞ്ഞു. ഇവർ ഈ 2 മണിക്ക് ഉറക്കം വരുന്ന സമയമല്ലേ, കണ്ണു തുറന്നിരിക്കാൻ പറ്റും. എന്തായാലും ചുറ്റി നടന്ന് എടുത്തൊക്കെ കളഞ്ഞ് 20,000 രൂപ കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഒന്നും ശരിയായിട്ടില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ലിമിറ്റഡ് ഗോഡ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ. എന്റെ കർത്താവ് അതുക്കും മേലെയാണെന്ന് പറയാൻ നിന്നെ ഇതുവരെ ആരും പഠിപ്പിച്ചില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചാമതായിട്ട് ദൈവത്തിന്റെ ഒരു ഐഡന്റിറ്റിയാണ്, റോങ് ഐഡന്റിറ്റിയാണ് ലീഗലിസ്റ്റിക് ഗോഡ്. ലിസ്റ്റ് ഓഫ് ഡൂസ് ആൻഡ് ഡോണ്ട് ഡൂസ്. അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഐഡന്റിറ്റിയെ നമ്മൾ ലിമിറ്റ് ചെയ്യരുത്. ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഐഡന്റിറ്റി എന്താണ്? പുറപ്പാടിന്റെ പുസ്തകം 34-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. പുറപ്പാട് 34, 6, 7 തിരുവചനങ്ങൾ ബൈബിൾ എടുക്കാൻ വായിക്കാം. പുറപ്പാട് 34. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, മോശ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് നിന്റെ മുഖം കാണണം എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മുഖം കണ്ടാൽ പിന്നെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കൂട്ടുകാരനായ മോശ ചോദിച്ചത് അവസാനം ദൈവം പറഞ്ഞു, എന്റെ പുറകം കാണിച്ചു തരാൻ പോകും. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ദൈവം, കർത്താവ് മേഘത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തന്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞാൻ ദൈവമാണ്, ഐ ആം ഹു ഐ ആം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞു, ഞാനാകുന്നു. മുൾപടർപ്പിൽ വെച്ച് മോശയോട് പറഞ്ഞ അതേ ഡയലോഗ് ദൈവം വീണ്ടും പറയുകയാണ്. ഐ ആം ഹു ഐ ആം എന്ന് പറഞ്ഞാൽ ഐ ആം ഹു വാസ്, ഐ ആം ഹു ഈസ്, ഐ ആം ഹു വിൽ ബി. ഇന്നലെ ആയിരുന്നവൻ ഞാനാണ്, ഇന്നായിരിക്കുന്നവൻ ഞാനാണ്, നാളെ ആയിരിക്കുന്നവനും ഞാനാണ്. അതാണ് ഐ ആം ഹു ഐ ആം എന്ന് പറയുന്ന വാക്കിന്റെ ഹീബ്രു പദത്തിന്റെ അർത്ഥം അങ്ങനെയാണ്. ഐ ആം ഹു വാസ്, ഐ ആം ഹു ഈസ്, ഐ ആം ഹു വിൽ ബി. ഞാൻ എപ്പോഴും ഒരാൾ തന്നെ ആയിരിക്കുന്നവനാണ്, മാറ്റമുള്ളവനല്ല, മാറ്റമില്ലാത്തതാണ്. 6-ാമത്തെ തിരുവചനം പുറപ്പാട് 34:6. അവിടെ നിന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുൻപിലൂടെ കടന്നുപോയി. ദൈവം തന്നെ പ്രഘോഷിക്കുകയാണ്, കർത്താവ്. ദൈവം തന്നെ കുറിച്ച് പറയുകയാണ്, കർത്താവ് കാരുണ്യവാനും കമ്പാഷനേറ്റ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവൻ കമ്പാഷനേറ്റ് ആണ് എന്നാണ്. ഈ കമ്പാഷനേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഹീബ്രു പദത്തിന് വൂംബ്, അമ്മയുടെ ഉദരം എന്നർത്ഥമുണ്ട്. അപ്പോൾ ഞാൻ കാരുണ്യവാനാണ് എന്ന് പറഞ്ഞാൽ, കുഞ്ഞെ, ഞാൻ നിന്നെ ഒരമ്മ, ഗർഭിണിയായിട്ടുള്ളൊരമ്മ, ഈ അമ്മ തന്റെ ഉദരത്തിൽ കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ നിന്നെ പരിചരിക്കുന്നവനാണ്. ഒരമ്മ കുഞ്ഞിനെ കരുതുന്നത് പോലെ കരുതുന്നവനാണ്. കുഞ്ഞപ്പുറത്ത് കിടന്ന് കരയുമ്പോൾ ഇപ്പുറത്തിരുന്ന് അമ്മയ്ക്ക് സീരിയല് കാണാൻ പറ്റില്ല. പറ്റോ? ഒരു കുഞ്ഞ് പറ്റുന്നവരുണ്ടെന്നോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞ് കരയുമ്പോൾ, കുഞ്ഞ് നിലവിളിക്കുമ്പോൾ, കുഞ്ഞിനെ വിശക്കുമ്പോൾ, കുഞ്ഞ് വിശന്നുകൊണ്ടിരിക്കുകയാണ്, കൊച്ചിനെ അവിടെ കിടത്തിയിട്ട് അമ്മ ചിക്കൻ ബിരിയാണി കഴിക്കോ?
ഇല്ല. കുഞ്ഞിനെ മുലയൂട്ടിയിട്ടേ അമ്മ കഞ്ഞിവെള്ളം കുടിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ ഒരമ്മയെ പോലെ കരുതുന്നവനാണ്, പരിചരിക്കുന്നവനാണ്. ഐ ആം കൺസേൺഡ് അബൌട്ട് യു. ഞാൻ കാരുണ്യവാനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ നിന്നെ കുറിച്ച് കരുതലുള്ളവനാണ്, കൺസേൺഡ് ഉള്ളവനാണ്. അമ്മ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നു, നൊന്ത് പ്രസവിക്കുന്നു, പാലൂട്ടുന്നു, താരാട്ടുപാടി ഉറക്കുന്നു, കുളിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു, മാറോട് ചേർത്ത് പിടിക്കുന്നു. അതുപോലെ നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്നവൻ, നിന്നെ കഴുകി വൃത്തിയാക്കുന്നവൻ, നിന്നെ പാലൂട്ടുന്നവൻ, നിന്നെ താരാട്ടുപാട്ടി ഉറക്കുന്നവൻ, നിന്നെ ഉദരത്തിൽ സംവഹിക്കുന്നവൻ, നിന്നെ നൊന്ത് പ്രസവിക്കുന്നവൻ ഞാനാണെന്ന്. അതാണ് ഞാൻ കാരുണ്യവാനാണ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ദൈവത്തിന്റെ ഐഡന്റിറ്റിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും ഒരമ്മ തന്റെ കുഞ്ഞ് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ദൈവം പറയാണ്, ആ ഒരമ്മ കുഞ്ഞ് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാത്തതുപോലെ രക്ഷ പ്രാപിക്കണമെന്ന്, ജീവിക്കണമെന്ന്, ജീവന്റെ സമൃദ്ധി, ഉദരത്തിൽ വളരുന്ന കുഞ്ഞില് ജീവന്റെ സമൃദ്ധി ഉണ്ടാകണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഓരോ മനുഷ്യനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കാരുണ്യവാനാണ് ഞാൻ, കമ്പാഷനേറ്റ് ആണ് ഞാൻ. ഹല്ലേലൂയ. അപ്പൊ അതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ശിക്ഷിക്കാൻ വാളോങ്ങി കാത്തു നിൽക്കുന്നവനല്ല ദൈവം. രണ്ടാമതായി ദൈവം പറയാണ്, ഞാൻ കാരുണ്യവാനും കൃപാനിധിയുമാണ്. ഇംഗ്ലീഷിൽ ഗ്രേഷ്യസ് എന്ന് പറയും. കമ്പാഷനേറ്റ് ആൻഡ് ഗ്രേഷ്യസ്. കൃപാലുവാണ് എന്ന് പറഞ്ഞാൽ ബലഹീനന്റെ രക്ഷയ്ക്കെത്തുന്നവനാണ്. എന്താണ് കൃപ? എന്താണ് കൃപ എന്ന് പറഞ്ഞാൽ എനിക്കൊരു യോഗ്യതയുമില്ലാതെ എന്നെ കർത്താവ് എടുത്തുയർത്തി. നമ്മൾ പറയും അത് കൃപയാണ്. കൃപയാൽ അനുദിനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് യോഗ്യതയില്ലെങ്കിലും ധൂർത്തപുത്രൻ പിതാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിതാവേ, നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. അപ്പൊ അപ്പം പറഞ്ഞു, മിണ്ടാതിരിയടാ, എന്റെ യോഗ്യതയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവനെ പുത്തൻ ഉടുപ്പ് ഉടുപ്പിച്ചു. പഴയത് വിളിച്ച് കീറിക്കളഞ്ഞു, പുതിയത് ഉടുപ്പിച്ചു. കയ്യിൽ മോതിരമിട്ട് കൊടുത്തു, കാലിൽ ചെരുപ്പണിയിച്ചു കൊടുത്തു. അവന് ചുംബനം കൊടുത്തിട്ട് അവന് വേണ്ടി ദൈവം വിരുന്നൊരുക്കി. അതിന്റെ പേരാണ് കൃപ. നിന്റെ യോഗ്യത കൊണ്ടൊരുക്കിയ വിരുന്നല്ല ഇത്. നിന്റെ യോഗ്യത കൊണ്ട് കിട്ടിയ വസ്ത്രമല്ല നീ ഇട്ടിരിക്കുന്നത്. നിന്റെ യോഗ്യത കൊണ്ട് കിട്ടിയ മോതിരമല്ല. നിന്റെ യോഗ്യത കൊണ്ട് കിട്ടിയ പാതുകമല്ല. നിന്റെ യോഗ്യത കൊണ്ടല്ല, എന്റെ ഗ്രേഷ്യസ്നെസ് കൊണ്ട്, എന്റെ കൃപ കൊണ്ട് തന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സ്വന്തം യോഗ്യത കൊണ്ട് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാമെന്ന് ആരും കരുതണ്ട. കാരണം നമ്മുടെ യോഗ്യത കാണിച്ച് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ നമ്മൾ ചൊല്ലിയ പ്രാർത്ഥനകളുടെ കണക്കോ, ഉരുൾ നേർച്ച നടത്തിയതോ, മുട്ടയിൽ വലിഞ്ഞതോ കാണിച്ച് നമ്മൾ കത്തിച്ച തിരിയുടെ കണക്ക് പറഞ്ഞ് ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായാൽ ഇവിടെ വന്ന് 1001 തിരി കത്തിച്ചേക്കാം. ഏപ്രിൽ മാസത്തിലാ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു, ചേട്ടാ ദയവേത് 1001 തിരി കത്തിക്കരുത്. ഇല്ല അച്ഛാ, ഞാൻ 1001 തിരി. അല്ലെങ്കിൽ തന്നെ ഇവിടെ ചൂട് കൂടുതലാണ്. ഇത്രയും ചൂടുള്ളപ്പോ പിന്നെ ചേട്ടൻ വീണ്ടും ഈ തിരിയൊക്കെ. അല്ല, കുഞ്ഞുണ്ടായാലേ കത്തിക്കുള്ളൂ. ഓ, ആശ്വാസം. കുഞ്ഞുണ്ടായ ചേട്ടൻ ഒന്നും ചെയ്യണ്ട, 1001 തിരിയും കത്തിക്കണ്ട. ഇവിടെ വന്ന് ഈശോയേ, ആ കൊച്ചിനെ കൊണ്ടുവന്ന് ആ തൊട്ടിലേക്ക് കിടത്തിയിട്ട് മുട്ട് കുത്തിയിട്ട് 101 പ്രാവശ്യം ഈശോയേന്ന് വിളിക്കുക, വന്ന് സാക്ഷ്യം പറയാ. ഇത് ചെയ്താൽ മതി. നമ്മുടെ 1001 തിരി കാത്തു നിൽക്കുന്നവനല്ല ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മൾ പറയരുത് ഞാൻ 1001 തിരി കത്തിച്ചാക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് കൊച്ചിനെ കിട്ടിയെന്നും പറയരുത്. ഞാൻ എന്തെങ്കിലും നേർന്നത് കൊണ്ട് എനിക്ക് കിട്ടിയെന്ന് പറയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞില്ല ഞാൻ കരുണ കാണിക്കുമെന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഞാൻ കരുണയാണ്, ഞാൻ കൃപ കാണിക്കുമെന്നല്ല പറഞ്ഞത്, ഞാൻ കൃപയാണ്. I am. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിനക്ക് വെളിച്ചം തരുമെന്നല്ല, ഞാൻ തന്നെ വെളിച്ചമാണെന്ന്. ഞാൻ നിനക്ക് കുറച്ച് സ്നേഹം തരാമെന്നല്ല, ഞാൻ തന്നെ സ്നേഹമാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറഞ്ഞപ്പോ ഞാൻ കാരുണ്യവാനാണ്, ഞാൻ കൃപാനിധിയാണെന്ന് പറഞ്ഞപ്പോ മോശയ്ക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. എന്താന്നറിയാവോ? മോശ കൊല്ലപ്പെടേണ്ടവനായിരുന്നു. എപ്പോ? അതാണ് ചേച്ചി പറഞ്ഞതാണ്. ജനിച്ചപ്പോൾ തന്നെ കൊലയ്ക്ക് വിധിക്കപ്പെട്ടവനായിരുന്നു മോശ. എബ്രായ യുവതികൾക്ക് പിറക്കുന്ന ആൺകുട്ടികളെ ഉടനെ കൊല്ലണമെന്ന് ദൈവമുണ്ടായിരുന്ന ഒരു നാളിലാണ് മോശ ജനിച്ചത്. എന്നിട്ട് അവനെ ഒളിച്ചു വെച്ചാണ് 3 മാസം സംരക്ഷിച്ചത്. അതിനുശേഷം അത്രയും നാൾ ജീവിച്ചു. പിന്നെ ആ പുഴയിൽ ഒഴുക്കിക്കളഞ്ഞു. ആ പുഴയിൽ മുങ്ങി മരിക്കേണ്ടവനായിരുന്നു മോശ. ദൈവം കരുണ കാണിച്ചു, ദൈവം കൃപ കാണിച്ചു. പുഴയിൽ നിന്ന് അവനെ വീണ്ടെടുത്ത ദൈവം രാജകൊട്ടാരത്തിന്റെ സുഖസൗകര്യങ്ങളോടുകൂടെ വളർത്തി. ഹല്ലേലൂയ. ഒരടിമയുടെ വീട്ടിൽ വളരേണ്ടിയിരുന്നവൻ ഒരു രാജാവായി, രാജകുമാരനായി രാജകൊട്ടാരത്തിൽ വളർന്നത് തന്റെ യോഗ്യത കൊണ്ടല്ലെന്ന് മോശയ്ക്കറിയാം. താൻ ജനിച്ച വീടിന്റെ മഹത്വം കൊണ്ടല്ല, തന്റെ അപ്പന്റെ അമ്മയുടെയും പുണ്യം കൊണ്ടല്ല, കർത്താവ് കരുണ കാട്ടിയത് കൊണ്ടാണ് ഒരു രാജകുമാരനായി കൊട്ടാരത്തിൽ മോശ വളർന്നത്. ഞാൻ കാരുണ്യവാനാടാ, ഞാൻ കൃപാനിധിയാടാ, ഒരു യോഗ്യതയും നോക്കാതെ അനുഗ്രഹിക്കുന്നവനാടാ എന്ന് മോശയോട് ദൈവം പറഞ്ഞപ്പോ മോശക്കത് പെട്ടെന്ന് പിടികിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല എന്നറിഞ്ഞിട്ടും നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്നവനാണ് ദൈവം. നിനക്കെന്താണ് തിരിച്ചു കൊടുക്കാനുള്ളത്? നിന്റെ കയ്യിൽ വല്ലതുണ്ടോ? 25 കിലോ അരിയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറയുകയാണ് ഞാൻ കാരുണ്യവാനും കൃപാനിധിയുമാണ്. എന്നിട്ട് പറയാണ് കോപിക്കുന്നതിൽ വിമുഖൻ. ദൈവത്തിന്റെ ഐഡന്റിറ്റിയാണ്. ദൈവം ഉടനടി കോപിച്ചാൽ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അപ്പോ കോപിച്ചാൽ ദൈവത്തിന് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ് സ്നേഹത്തിലും വിശ്വസ്തതയിലും. 2 വാക്കുകളാണ്. മോശയുടെ കാതിൽ ഒരു സംഗീതം പോലെ അത് മുഴങ്ങുകയാണ്. ഇമ്പമുള്ളൊരു താളം പോലെ ആ 2 വാക്കുകൾ മുഴങ്ങുകയാണ്. സ്നേഹം, ലവ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. ലവിങ് ആൻഡ് ഫെയ്ത്ത്ഫുൾ. ലവ്, സ്നേഹം ഉണ്ടായാൽ മാത്രം പോരാ, വിശ്വസ്തതയോടെ ഉണ്ടാകണം. തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. അച്ഛൻ ഈ ഒരു വാക്ക് പറഞ്ഞ് ഇന്നത്തെ വചന ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഐ ആം ഫെയ്ത്ത്ഫുൾ. ദൈവം പറയാണ് ഞാൻ വിശ്വസ്തനാണ്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. 5-ന്റെ അവസാനവും 6-ന്റെ ആദ്യവും. ഞാൻ മോശയോടെന്നതുപോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവത്തിന്റെ വിശ്വസ്തതയുടെ പഞ്ച് ഡയലോഗാണ് ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. ഒരു 20 വയസ്സുള്ള മകൻ പറഞ്ഞു, അച്ഛാ അവൾ എന്നോട് പറഞ്ഞതാണ് ഞാൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല എന്ന്. എന്നിട്ടിപ്പോ എന്തായി? 3 മാസമായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവളിപ്പോ എവിടെയുണ്ട്? അവള് ജർമ്മനിയിലുണ്ട്. നീ എവിടെയുണ്ട്? ഞാൻ ഈ ആനപ്പന്തിയിലുണ്ട്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അതുപോലെയല്ല കർത്താവ് കൈവെടിയുകയില്ല എന്ന് പറയുന്നത്. ഞാൻ നിന്നെ ഒരു നാളും കൈവെടിയുകയില്ല. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ഉം 23-ഉം തിരുവചനങ്ങൾ. വിലാപങ്ങൾ 3:22-23. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇരുകരങ്ങളും ശിരസിന് മുകളിൽ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന് നിന്നോടുള്ള സ്നേഹം, പ്രിയപ്പെട്ടവരെ, അത് പുതിയതാണ്. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. തന്റെ പുത്രന് നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ദൈവത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം ഇതാണ്: അവിടെ നിന്നെ കൈവിടിയുകയില്ല. അവിടുത്തെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്, വിശ്വസ്തത ഉന്നതമാണ്. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്നെ ഈ ആവിലായുടെ തിരുമുറ്റത്തേക്ക്, ഈ പുണ്യഭൂമിയിലേക്ക്, അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ഈ ആലയത്തിലേക്ക്, ഈ ദൈവാരാധനയിലേക്ക്, കൃപയൊഴുകിയിറങ്ങുന്ന ഈ പീഡാനുഭവ തിരുമണിക്കൂറിന്റെ നിമിഷങ്ങളിലേക്ക് നിന്നെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന ദൈവം, ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഇപ്പോൾ നിന്നെ അനുവദിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണെങ്കിൽ എന്താണ് ഗുണം? തന്റെ അടുക്കൽ വരുന്നവരിൽ നിന്ന് അവൻ മുഖം തിരിക്കുകയില്ല. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഒരുപക്ഷെ നീ പറയുമായിരിക്കും, നിനക്കിന്നൊരു പ്രതിസന്ധിയുണ്ട്, നിനക്കൊരു പ്രലോഭനമുണ്ട്, നിനക്കൊരു തകർച്ചയുണ്ട്, നിനക്കൊരു വറുതിയുണ്ട്, നിനക്കൊരു വരൾച്ചയുണ്ട്, നിനക്കൊരു രോഗമുണ്ട്, നിനക്കൊരു പ്രതിസന്ധിയുണ്ട്, നിനക്കൊരു സംഘർഷമുണ്ട്, നിനക്കൊരു ജോലി തടസ്സമുണ്ട്, ഒരു വിവാഹ തടസ്സമുണ്ട്, സന്താന സൗഭാഗ്യമില്ല, കുടുംബത്തിലൊരു പ്രതിസന്ധിയുണ്ട്, കുടുംബം തകരുന്ന സാഹചര്യത്തിലാണ് എന്ന് നീ പറയുമായിരിക്കാം. അങ്ങനെ ആയിരിക്കാം, പറയുമായിരിക്കാമെന്നല്ല, അങ്ങനെ ആയിരിക്കാം, അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോ ഈ വിശ്വസ്തനായവനെ കുറിച്ച് നീ എന്ത് പറയും? അതാണ് കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ തിരുവചനം എഴുതി വയ്ക്കുക. 1 കൊരിന്ത്യസ് 10:13. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ. നിനക്കൊരു പ്രതിസന്ധി ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ? പറഞ്ഞു. നിനക്കൊരു വേദനയുണ്ടെന്ന് നീ പറഞ്ഞില്ലേ? പറഞ്ഞു. നിനക്ക് ഹൃദയത്തിൽ ഒരു നൊമ്പരമുണ്ടെന്ന്, ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്തൊരു ഹൃദയവേദന ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ? പറഞ്ഞു. കുഞ്ഞേ, നിനക്ക് ഇപ്പോഴുള്ള നൊമ്പരവും വേദനയും അത് മനുഷ്യ സാധാരണമാണ്. ഈ മനുഷ്യ സാധാരണമായ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ശക്തി നിന്റെ ദൈവം നിനക്ക് തരും. അതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇനി 1 കൊരിന്ത്യസ് 12:13
ഇങ്ങനെ വിശ്വസ്തനായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നമ്മൾ ഒന്നാം സദനത്തിൽ ഉണ്ടാകേണ്ട രണ്ട് ബോധ്യങ്ങൾ. ഒന്നാം സദനത്തിൽ മാത്രമല്ല, അമ്മ ത്രേസ്യ പറഞ്ഞു, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കേണ്ട മുറിയാണ് ദ റൂം ഓഫ് സെൽഫ് നോളേജ്. നമ്മൾ ഏത് സദനത്തിലെത്തിയാലും നമുക്ക് ഈ സെൽഫ് നോളേജ് എന്ന് പറയുന്ന മുറിയിൽ ഇടയ്ക്കിടയ്ക്ക് കയറി മേക്കപ്പ് ഇടേണ്ട വരും. ഹല്ലേലൂയ. എന്താണ് ഈ ഒന്നാം സദനത്തിലെ ഈ ഒരു മുറിയിലുള്ളത്? ഇതിൽ സെൽഫ് നോളേജ് ആണ്. ദൈവം ആരാണെന്നറിയുകയും ഞാൻ ആരാണെന്നറിയുകയും ചെയ്യുന്ന ഒരു ബോധ്യം. പ്രിയപ്പെട്ടവരെ, എപ്പോ പ്രാർത്ഥിക്കുമ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ ബോധ്യമുണ്ടാകണം. ആരോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? എന്നെക്കുറിച്ച് കരുതുന്നവൻ, കരുതലുള്ളവൻ, കരുണാമയൻ, കൃപാനിധിയും വിശ്വസ്തനും സ്നേഹമുള്ളവനുമായവനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വിശ്വസ്തനായവനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം. ഇനി ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ. ആരാണ് ഞാൻ? ഒന്നിനും കഴിവില്ലാത്തവൻ, എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. മഹത്വം പ്രാപിക്കാൻ വേണ്ടി എന്റെ യോഗ്യത പരിഗണിക്കാതെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ ഞാൻ വിശ്വസ്തനായവനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ മുൻപിൽ വെച്ച് ഞാൻ എന്നെ തന്നെ വെക്കുമ്പോ എന്നിൽ ഉണരുന്ന ഒരു പുണ്യമുണ്ട്. ആ പുണ്യമാണ് എളിമ എന്ന് പറയുന്ന പുണ്യം. അതല്ലേ പറഞ്ഞത്? എളിമ എന്ന് പറയുന്ന പുണ്യം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധിയുമായി തുലനം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? നമ്മുടെ പരിശുദ്ധി ദൈവത്തിന്റെ പരിശുദ്ധിയോട് തുലനം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? നമ്മുടെ ഹോളിനെസ് എന്ന് പറയുന്നത്, നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു മ്ലേച്ഛതയാണെന്ന് മനസ്സിലാവും. അല്ലേ? അല്ലേ? ദൈവത്തിന്റെ ജ്ഞാനവുമായി തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ജ്ഞാനം എന്താണെന്ന് മനസ്സിലാകും. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് ഭയങ്കര ബുദ്ധിയ. ദൈവത്തിന്റെ ജ്ഞാനവുമായി പരിഗണിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയും നമ്മുടെ കണക്കൂട്ടലും, എനിക്ക് ഭയങ്കര പ്ലാനിങ്, എന്നെ സമ്മതിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലാകും നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് മൂർഖതയാണ്, മൂഢത്വമാണ്, ദോഷത്വമാണ്. ദൈവത്തിന്റെ സൗന്ദര്യവുമായി തുലനം ചെയ്യുമ്പോൾ നമ്മുടെ സൗന്ദര്യം എന്താണ്? പിന്നെ ദൈവത്തിന്റെ സൗന്ദര്യവുമായി തുലനം ചെയ്യുമ്പോൾ നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ എത്ര നിന്നാലും, കല്യാണത്തിന് മേക്കപ്പ് ഇടാൻ കാലത്ത് 10 മണിക്കാണ് കുർബാന. കൊച്ചിനോട് പറഞ്ഞു, മോനെ 2 മണിക്ക് എഴുന്നേക്കണം. ഈ 2 മണി എന്ന് പറയുന്ന അവനവന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. 10 മണിക്ക് കുർബാനയാണ്. നമുക്ക് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇത്തിരി ദൂരമുണ്ട്, 1 മണിക്കൂർ ദൂരമുണ്ട്. 9 മണിക്കെങ്കിലും ഇവിടെ ഇറങ്ങണം. അപ്പൊ 8:30 പ്രാർത്ഥന തുടങ്ങണമെന്നുണ്ടെങ്കിൽ 8 മണിക്ക് മേക്കപ്പ് കഴിയണം. അപ്പോ കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് 4 മണി മുതൽ 8 മണി വരെ മേക്കപ്പാണ്. ഓരോ മുടിക്കും മേക്കപ്പ്, ഓരോന്ന് കിള്ളിയെടുത്ത് ചുരുട്ടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അച്ഛനോട് ചോദിക്കണം, അച്ഛൻ ഇതെപ്പോ ചുരുട്ടിയെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ സൗന്ദര്യം എത്ര കൂട്ടിയാലും കൂടില്ല കേട്ടോ. അല്ലേ? നിങ്ങൾ എത്ര കൂട്ടിയാലും ഇതുപോലെ ഒന്നും വരില്ല എന്ന് പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ കണ്ണു വെച്ച് മുടി കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ചെല്ലുമ്പോൾ ചേച്ചിമാര് പറയുന്നുണ്ട്, പെങ്ങന്മാര് പറയുന്നുണ്ട്, മുടി കൊഴിയുന്നുണ്ട്, പോലെ സൂക്ഷിച്ചോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സൗന്ദര്യവുമായി തുലനം ചെയ്യുമ്പോൾ നിന്റെ സൗന്ദര്യം അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മ്ലേച്ഛതയാണ്, അഗ്ലിനെസ് ആണെന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോ നമുക്ക് ഒരു കാര്യം പിടികിട്ടും, നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വളരുന്ന ഒരു പുണ്യമാണ് എളിമ എന്ന് പറയുന്ന പുണ്യം.
എളിമ ദൈവത്തിന്റെ മുമ്പിൽ മാത്രമല്ല എളിമ എന്ന പുണ്യം വളരേണ്ടത്. എളിമ എന്ന പുണ്യത്തിന് മറ്റുള്ളവരുടെ മുൻപിൽ മറ്റുള്ളവരുടെ പരസ്പരമുള്ള ഒരു എളിമയെ കുറിച്ച് അമ്മ ത്രേസ്യ പറയുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹ്യൂമിലിറ്റി ബിഫോർ ഗോഡ് ആൻഡ് ഹ്യൂമിലിറ്റി ബിഫോർ അതേഴ്സ്, മ്യൂച്വൽ ഹ്യൂമിലിറ്റി എന്നാണ് അതിനെ പറയുന്നത്. മറ്റുള്ളവരുടെ മുമ്പിലുള്ള എളിമയെ കുറിച്ച് അമ്മ ത്രേസ്യ പറയുകയാണ്. അപ്പോൾ ദൈവവുമായി തുലനം ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റുള്ളവരുടെ മുമ്പിലുള്ള എളിമ, അതായത് ഈ അഹങ്കാരമുള്ളവരെന്താ ചെയ്യുന്നത്? അഹങ്കാരമുള്ളവർക്ക് എ ലോ വ്യൂ ഓഫ് അതേഴ്സ്. ബാക്കിയുള്ളവരൊക്കെ ഇത്തിരി പോരാത്തവരാണ്. അവനൊക്കെ എന്ത് വിവരക്കേടാണ് ചെയ്യുന്നത്, പിന്നെ ആർക്ക് വിവരമുള്ളത്? എനിക്ക്. എന്ത് സ്റ്റുപ്പിഡാണല്ലേ അവള്, ആർക്കാണ് അപ്പൊ ബുദ്ധിയുള്ളത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എളിമ എന്ന് പറയുന്ന വികാരം, അമ്മ ത്രേസ്യയുടെ വാക്കുകൾ, അത് സ്വയം മറക്കാൻ സഹായിക്കുന്നു. നിനക്ക് എളിമയുണ്ടാകുമ്പോ നീ നിന്നെ കുറിച്ച് തന്നെ, എന്നാരും സ്നേഹിക്കുന്നില്ല, എന്നാരും പരിഗണിക്കുന്നില്ല, എന്നാരും മൈൻഡാക്കുന്നില്ല എന്ന് നിനക്ക് പറയാൻ തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? അഹങ്കാരമുള്ളത് കൊണ്ടാണ്. നീ നിന്നെ കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് നിന്നെ തന്നെ മറക്കാൻ പറ്റാത്തത്. എളിമ എന്ന് പറയുന്ന ഒരു വികാരമുണ്ടാകുമ്പോൾ അത് നിന്നെ തന്നെ മറന്നുകൊണ്ട് അപരനെ കുറിച്ച് ചിന്തിക്കാൻ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയം മറന്നുകൊണ്ട് അപരനെ കുറിച്ച്, നമ്മൾ സ്വയം മറന്ന് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എങ്ങനെ? സ്വയം മറക്കും. ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം മറക്കും, എന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച്, സ്വന്തം നന്മകൾ മറക്ക്, നീ ചെയ്തിട്ടുള്ള പുണ്യങ്ങൾ മറക്ക്, എന്നിട്ട് മറ്റുള്ളവര് ചെയ്തിട്ടുള്ള നന്മകൾ ഓർക്ക്. ഹല്ലേലൂയ. ഇതാർക്കാ സാധിക്കുന്നത്? ഇതൊക്കെ നടക്കോ? ഇതാർക്കാ പറ്റുന്നത്? പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ഒരു മനുഷ്യന് ദൈവത്തിന്റെ ഒന്നാം സദനത്തിൽ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഒന്നാം സദനത്തിൽ ഈ ആത്മീയ യാത്ര തുടങ്ങിയ മനുഷ്യന് സ്വയം മറക്കാൻ, അല്ലെങ്കിൽ സ്വയം മറക്കാത്തവരാണ് തല മൊബൈലിൽ പൂത്തി വെച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കി. ഹല്ലേലൂയ. അപ്പോൾ അപരനെ കുറിച്ച് ചിന്തിക്കാൻ സഹായിക്കുന്നു. സ്വയം മറക്കാത്ത മക്കൾ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുകയില്ല. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കൊള്ളട്ടെ, അവർക്ക് എന്ത് പ്രശ്നം വേണമെങ്കിലും ഉണ്ടായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മകള് ഒരു അന്യമതത്തിൽപ്പെട്ട പുരുഷനുമായി രജിസ്റ്റർ വിവാഹം ചെയ്തിട്ട് അവളുടെ വീട്ടിൽ താമസിക്കാൻ വീട്ടുകാരറിഞ്ഞപ്പോ അവൾ പറഞ്ഞു, 15 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. 30 ദിവസമാണ് ഇതിന്റെ കാലാവധി. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാത്തവർ, പ്രിയപ്പെട്ടവരെ, നമ്മെ അതർ സെന്റേഡ് ആക്കുന്ന വികാരമാണ്. അപരൻ പറയുന്നത് കേൾക്കാൻ തയ്യാറുള്ളവർ. അപ്പം പറയുന്നത് കേൾക്കാൻ അവൾ തയ്യാറില്ല. മോളെ, അത് നീ ഇപ്പൊ 15 ദിവസം കൂടി ഉണ്ട്, നീ ഇപ്പൊ ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ക്യാൻസൽ ചെയ്യാം. അപരൻ അപ്പം പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല. അമ്മ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല. അച്ഛൻ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല. അവരെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മ്യൂച്വൽ ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിൽ അപരൻ പറയുന്നത് കേൾക്കാൻ നീ തയ്യാറാകും. അപരന്റെ ഭാരം വഹിക്കാൻ നീ തയ്യാറാകും. ഇസ്രായേൽ ജനം അനുസരിക്കാൻ തയ്യാറില്ലാത്ത ഇസ്രായേൽ ജനത്തെ കുറിച്ച് സംഖ്യയുടെ പുസ്തകത്തിൽ ഒരു വിവരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ന് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ ഞാൻ ഉഷാറാണെന്ന് പറഞ്ഞേ.
ഞാൻ ഉഷാറാണെന്ന് പറഞ്ഞേ, അടുത്തിരിക്കുന്നവർ നോക്കി പുഞ്ചിരിച്ചോണ്ടെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അതായത് ഈ എളിമയുണ്ടാകണം എന്നൊക്കെ ഉള്ള പ്രസംഗങ്ങള് വളരെ ബോറാ അല്ലേ? ആണോ? ഏതെങ്കിലും പള്ളിയിൽ എളിമ, ഇന്ന് നമുക്ക് എളിമയെ കുറിച്ച് ചിന്തിക്കാന്ന് ഞായറാഴ്ച വിചാരിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സംഖ്യയുടെ പുസ്തകം 13-14 അധ്യായങ്ങളുടെ ഒരു പശ്ചാത്തലമുണ്ട്. ശ്രദ്ധിച്ചോ? എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത 40 വർഷം മരുഭൂമിയിൽ കഴിയേണ്ടി വന്നത് എന്ന് അച്ഛൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 2 ആഴ്ച കൊണ്ട് എത്തേണ്ടതായിരുന്നു. എവിടെ? ഈ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള ദൂരം 2 ആഴ്ച വെച്ച് പിടിച്ച എത്തും. 14 ദിവസം. ഇനി ഇത്തിരി നടക്കാൻ കാൽമുട്ടിന് പ്രയാസമൊക്കെ ഉള്ളവരാണെങ്കിൽ 2 ദിവസം കൂടുതലെടുക്കും. 16 ദിവസം കൊണ്ട് എത്തേണ്ടതായിരുന്നു. എത്ര കൊല്ലം കൊണ്ടാണ് എത്തിയത്? 40 വർഷം. എങ്ങനെയാണ് ഈ 14 ദിവസത്തെ യാത്ര? 14 days journey became a journey of 40 years. 14 ദിവസത്തെ യാത്ര എങ്ങനെയാണ് 40 വർഷത്തെ യാത്രയായതെന്ന് നമ്മെ പഠിപ്പിക്കുന്ന വചനഭാഗമാണ് സംഖ്യയുടെ പുസ്തകം 13-14 തിരുവചനങ്ങൾ. ഇവര് ഏകദേശം കാനാൻ ദേശത്ത് അടുത്തെത്തി കഴിഞ്ഞപ്പോ മോശ പറഞ്ഞു, തല എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. 12 പേര് ദേശമൊറ്റു നോക്കാൻ വേണ്ടി പോയി. അവർ 40 ദിവസം അവിടെ ചുറ്റി നടന്ന് കണ്ടു. അവിടെ കിട്ടാവുന്നതൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് അവര് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നല്ല അടിപൊളി സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു. 12 പേരിൽ 10 പേര് പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല, നമ്മൾ അവിടെ ചെന്നാൽ അവര് നമ്മളെ വിഴുങ്ങിക്കളയും എന്ന് പറഞ്ഞു. 2 പേര് ജോഷുവും കാലബും പറഞ്ഞു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ജനം ഒടുവിൽ പറഞ്ഞു, നമുക്ക് പോകണ്ട എന്ന് ജനം പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അവരെ, അച്ഛൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് അച്ഛൻ വിശദമായിട്ട് പറയാത്തത്. അച്ഛൻ അതിന്റെ ആവശ്യമുള്ളത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ ജനം പറഞ്ഞു, നമുക്ക് പോകണ്ട. അപ്പോൾ ദൈവം പറഞ്ഞു, എന്നാ നിങ്ങൾ പോകണ്ട. നിങ്ങളിൽ ഇപ്പോ ഉള്ളവരിൽ ഈ 2 പേര് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നപ്പോ 20 വയസ്സിന് മുകളിൽ ഉണ്ടായിരുന്നവരെല്ലാം ചത്തിട്ടേ. അതന്നെ, മണ്ണോട് മണ്ണ് ചേർന്നിട്ടേ നിങ്ങൾ അവിടെ പോയാ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ ചത്തട്ട് അങ്ങോട്ട് കയറിയാ മതി. അങ്ങനെ 40 വർഷം മോശ അടക്കം മരിച്ചു. 2 പേര് അന്ന് പുറപ്പെട്ടപ്പോ 20 വയസ്സിന് മുകളിൽ ഉണ്ടായിരുന്നവരിൽ 2 പേര് ബാക്കി അവശേഷിച്ചു. 40 വർഷം അങ്ങനെ പോയാ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ പോണ്ടെന്നല്ലേ പറയുന്നത്? പോകണ്ട. അപ്പോ പ്രിയപ്പെട്ടവരെ, സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 36 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്, ഈ പോകണ്ട എന്ന് പറയാൻ ജനത്തെ പ്രേരിപ്പിച്ച 10 പേര് മഹാഭാരി വാദിച്ചു മരിച്ചു. അവര് ചീഞ്ഞഴിഞ്ഞു മരിച്ചു. ഇത് കണ്ട ജനത്തിന് മാനസാന്തരമുണ്ടായി. ആ ജനം പറഞ്ഞു, ഇല്ല, നമുക്കിപ്പൊ തന്നെ പോവാം. നിങ്ങളല്ലേ പോകണ്ടെന്ന് പറഞ്ഞത്? പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? അപ്പോഴല്ലേ ദൈവം പറഞ്ഞത് നിങ്ങൾ പോകണ്ട, 40 കൊല്ലം ഇവിടെ കിടക്കുന്നു പറഞ്ഞത്? അല്ല, ഞങ്ങൾ പോകും. അപ്പൊ മോശ പറഞ്ഞു, പോകല്ലേ, പോകണ്ടെന്ന് ദൈവം പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ പോകല്ലേ? ഇല്ല, ഞങ്ങൾ പോകും. അങ്ങനെ അവര് പോയി കഴിഞ്ഞപ്പോ മോശ പോയില്ല, സമാഗമ കൂടാരവും അവരുടെ കൂടെ കൊണ്ടുപോയില്ല. മോശ പോവാതെ ഇവരെന്നെ അങ്ങോട്ട് പോയി. ഇവര് പോയി കഴിഞ്ഞപ്പോ നമ്മൾ വായിക്കുകയാണ്, അവർ ആക്രമിക്കപ്പെടുകയും അനേകം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അതുവരെ നിങ്ങൾ ചരിത്രം എടുത്തൊന്ന് വായിച്ചോ. ചെങ്കടൽ കടന്നപ്പോഴാകട്ടെ, മറ്റ് ശത്രുക്കളെ നേരിട്ടപ്പോഴാകട്ടെ, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ആരും ഒരു ആക്രമണത്തിൽപ്പെട്ട് മരിച്ചിട്ടില്ല. സ്വന്തം ഇഷ്ടമനുസരിച്ച് എളിമയില്ലാത്തവരായി ഞങ്ങൾ പോകും എന്ന് പറഞ്ഞ് നേതാക്കന്മാരെ നിന്ദിച്ച്, മോശയെ നിന്ദിച്ച് പോയവരാണ് മരിച്ചത്. ഹല്ലേലൂയ. അനുസരിക്കാൻ തയ്യാറില്ലാത്ത ഇസ്രായേൽ ജനത. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ പറയുകയാണ്,
മറ്റുള്ളവരുടെ കുറ്റം പറയാൻ എളിമയുണ്ടാകുമ്പോ നമുക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയാൻ തോന്നുകയില്ല. ഒന്ന് പറഞ്ഞ വലത് കയറി ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ എളിമയുണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയാൻ തോന്നുകയില്ല. അപ്പൊ പിന്നെ എന്ത് പറയും? കുറ്റമല്ലാതെ വേറൊന്നും പറയാനില്ലല്ലോ. ഹല്ലേലൂയ. ഇനി ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം? അമ്മ തെരേസ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, കോൺവെന്റിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കണം? അച്ഛന്മാരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കണം? അവരുടെ തെറ്റിന്റെ കാരണം എന്റെ പ്രാർത്ഥനയുടെ കുറവാണെന്ന് വിചാരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജോസിയ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. നമ്മൾ ദിനവൃത്താന്ത പുസ്തകം ബൈബിളിലുള്ളവരെടുത്ത് 2 ദിനവൃത്താന്തം 26-ാം അധ്യായം. ജോസിയല്ല, ഉസിയ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ചാണ്. 52 വർഷം രാജ്യം ഭരിച്ച ഒരു രാജാവാണ് ഉസിയ. എത്ര കൊല്ലം രാജാവായിരുന്നു? നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് എത്ര കൊല്ലമായി? 11 കൊല്ലമായിട്ടുണ്ട്. ഇപ്പൊ 11ാമത്തെ കൊല്ലമാണ്. 2 ടേം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉസിയ രാജാവ് എത്ര കൊല്ലം രാജാവായിരുന്നു? 52 കൊല്ലം. 16ാമത്തെ വയസ്സ് മുതൽ അവൻ രാജാവായിരുന്നു. പ്രിയപ്പെട്ടവരെ, 10 കൊല്ലം മുഖ്യമന്ത്രി ആയിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു അല്ലേ, ഹല്ലേലൂയ. അപ്പൊ 20 കൊല്ലം മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളുടെ ഒരു മനോഭാവം എന്തായിരിക്കും എന്ന് വിചാരിച്ചു നോക്കി. ഇയാൾ 50 കൊല്ലം രാജാവായിരുന്നു. 50 കൊല്ലം രാജാവായിരുന്ന് വലിയ പ്രാബല്യം നേടിയപ്പോൾ അച്ഛൻ വായിക്കുകയാണ് 16 മുതൽ 2 ദിനവൃത്താന്തം 26-16 മുതൽ. പ്രാബല്യം നേടിയപ്പോൾ അവൻ അഹങ്കാരപ്രമത്തനായി തീർന്നു. അതവനെ നാശത്തിലേക്ക് നയിച്ചു. അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര, സഹോദരി, യുവാവേ, യുവതി, നിന്റെ നാശത്തിന്റെ മുന്നോടിയായിട്ടുള്ളൊരു സാധനമുണ്ട്. എന്താണത്? അഹങ്കാരം നിന്റെ നാശത്തിന്റെ മുന്നോടിയാണെന്ന് പല സ്ഥലത്ത് വചനം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവൻ അഹങ്കാരിയായി തീർന്ന് ദൈവമായ കർത്താവിനോട് അവൻ അവിശ്വസ്തത കാണിച്ചു. അവൻ രാജാവാണ്, അവൻ പുരോഹിതനല്ല. എങ്കിലും അവൻ വിചാരിച്ചു, ഞാൻ പള്ളിയിൽ പോയൊരു കുർബാന ചെല്ലട്ടെ, ഞാൻ ഇത്രയും നാള് രാജാവായിട്ടിരുന്നതല്ലേ, ഈ പള്ളി വെഞ്ചിരിപ്പ് ഞാൻ നടത്തും എന്ന് ഒരു രാജാവ് അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പുരോഹിതനിൽ അല്ലാത്തവൻ ധൂപപീഠത്തിൽ ധൂപമർപ്പിക്കാൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. കരുത്തന്മാരായ 80 പുരോഹിതന്മാരോടുകൂടെ അസറിയ പുരോഹിതൻ അവന്റെ പിന്നാലെ ചെന്നു. ഉസിയായെ തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, ഉസിയ, നീ അല്ല കർത്താവിന് ധൂപമർപ്പിക്കേണ്ടത്, നീ രാജാവാണ്, പക്ഷെ നീ പുരോഹിതനല്ല, ധൂപമർപ്പിക്കേണ്ടത് പുരോഹിതനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, നീ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് കിടക്കൂ, നീ അൾത്താരിൽ നിന്ന് ഇറങ്ങി നിൽക്ക് എന്ന് പറഞ്ഞു. ഉസിയ കുപിതനായി. ഞാൻ 52 കൊല്ലമായിട്ട് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഇവിടെ മുഖ്യമന്ത്രിയാണ്, അപ്പൊ എന്നോടാണോ നീ പറയുന്നത് അൾത്താരിൽ നിന്ന് ഇറങ്ങി നിൽക്കാൻ എന്ന് പറഞ്ഞ് ഉസിയ കുപിതനായി, നെറ്റി ചുളിച്ചു, ദേഷ്യം വന്നു, കോപിച്ചു. അങ്ങനെ ഉസിയ കുപിതനായ അവൻ കയ്യിൽ ധൂപകലശവുമായി നിൽക്കുകയായിരുന്നു. പുരോഹിതന്മാരോട് കോപിച്ച ക്ഷണത്തിൽ കർത്താവിന്റെ ആലയത്തിൽ ധൂപപീഠത്തിന് സമീപത്ത് അവരുടെ മുൻപിൽ വെച്ച് തന്നെ അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിപെട്ടു. കോപിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് അമ്മ പറയുമ്പോ, അപ്പം പറയുമ്പോ നമ്മൾ എന്താണ് ചുളിച്ചു എന്ന് പറയാറ്? നെറ്റി ചുളിച്ചു. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണ് മിഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കണ്ണിലോ നെറ്റിയിലോ കാതിലോ ബ്രസ്റ്റിലോ എവിടെയെങ്കിലും ഒക്കെ കുഷ്ഠം വരാൻ സാധ്യത. അപ്പോൾ
കുഷ്ഠം പിടിച്ചു. പ്രധാന പുരോഹിതനായ അസിറിയായും മറ്റ് പുരോഹിതന്മാരും അവനെ നോക്കി, അതാ അവന്റെ നെറ്റിയിൽ കുഷ്ഠം. അവനെ അവർ ഉടനെ പുറത്താക്കി. അൾത്താരയിൽ നിന്ന് മാത്രമല്ല അവനെ പുറത്താക്കിയത്, പള്ളിയിൽ നിന്ന് തന്നെ പുറത്താക്കി. ഹല്ലേലൂയ. പിന്നീട് ഒരിക്കലും ദേവാലയത്തിൽ അവന് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അങ്ങനെ 52 വർഷം രാജ്യം ഭരിച്ച് പ്രബലനായ മനുഷ്യൻ കുഷ്ഠം വന്ന് പള്ളിയിൽ കയറാൻ പറ്റാത്തവനായി. അവന്റെ മരിച്ചടക്കിന് അവന്റെ ദേഹം പള്ളിയിൽ കയറ്റിയില്ല, നേരെ വീട്ടിൽ നിന്നെടുത്ത് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ തിരുസന്നിധിയിൽ നീ എളിമയോടുകൂടെ നിന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ അനർത്ഥങ്ങൾ വരും. എസെക്കിയേലിന്റെ പുസ്തകം 28-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. എസെക്കിയേലിന്റെ പുസ്തകം 28:1 മുതൽ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ടൈർ രാജാവിനോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അഹങ്കാര തള്ളൽ കൊണ്ട് നീ പറഞ്ഞു. നമ്മൾ വിചാരിക്കുന്നത് ഈ വാക്കൊക്കെ പുതിയ വാക്കാണെന്നാണ്. എന്ത്? അവന്റെ ഒരു തള്ളല് അല്ലേ? ഇത് പുതിയ വാക്കൊന്നുമല്ല. എസെക്കിയേലിന്റെ പുസ്തകം എഴുതിയിരിക്കുന്നത് എത്രയോ വർഷം മുമ്പാണ്. അന്ന് പറഞ്ഞാക്കാണ് ഈ തള്ളലിനെ കുറിച്ച്. ഹല്ലേലൂയ. അഹങ്കാര തള്ളൽ കൊണ്ട് നീ പറഞ്ഞു, ഞാൻ ദേവനാണ്, സമുദ്രമധ്യേ ദേവന്മാരുടെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്നു. എന്നാൽ നീ ദൈവത്തെ പോലെ ബുദ്ധിമാനാണെന്ന് തന്നെത്താൻ കണക്കാക്കുന്നെങ്കിലും. ചില ആളുകളുടെ സ്വയം ചിന്തയാണ്, ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ്, ഞാൻ ദൈവത്തെ പോലെ ബുദ്ധിമാനാണെന്ന് സ്വയം കണക്കാക്കുന്നെങ്കിലും നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമാണ്. തീർച്ചയായും നീ ദാനിയേലിനേക്കാൾ ബുദ്ധിമാനാണ്. ഒരു രഹസ്യവും നിന്നിൽ. ശരിയാണ്, നിനക്ക് ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. എങ്കിലും ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു, ഇഷ്ടം പോലെ കാശുണ്ടാക്കി. പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഭരിച്ചു. വ്യാപാരത്തിലുള്ള നിന്റെ വലിയ അറിവ് മൂലം നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു. ചില ആളുകളുടെ സമ്പത്ത് കാണുമ്പോ ഈശോയെ കുറച്ചെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ തോന്നാറില്ലേ? ഇല്ലേ? ആ വീട് കണ്ടോ, ഒന്ന് കേറി കാണാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ. ഹല്ലേലൂയ. അങ്ങനെ നിന്റെ ഭണ്ഡാരത്തിൽ നീ സംഭരിച്ചു. വ്യാപാരത്തിലുള്ള നിന്റെ വലിയ അറിവ് മൂലം നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു. എന്നിട്ടൊടുവിൽ പറയാണ്, ധനം മൂലം നീ അഹങ്കരിച്ചു. ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ നിനക്ക് കർത്താവ് തന്ന ബുദ്ധി, നിനക്ക് കർത്താവ് തന്ന സൗന്ദര്യം, ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ നീ അഹങ്കരിച്ചു. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്നെ തന്നെ ദൈവത്തെ പോലെ ജ്ഞാനിയാക്കി കണക്കാക്കി. അതിനാൽ ജനതകളിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരായവരെ ഞാൻ നിന്റെ മേലയക്കും. നിന്റെ ജ്ഞാനത്തിന്റെ മനോഹാരിതയ്ക്ക് നേരെ അവർ വാളൂരും. അവർ നിന്റെ തേജസ് കെടുത്തിക്കളയും. അവർ നിന്നെ പാതാളത്തിലേക്ക് തള്ളിയിടും. ഹല്ലേലൂയ. നിന്നെ കൊല്ലുന്നവന്റെ മുമ്പിൽ വെച്ച് ഞാൻ ദേവനാണെന്ന് നീ പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചപ്പോ ഈ ചോദ്യം നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. നിന്നെ കൊല്ലുന്നവരുടെ മുൻപിൽ വെച്ച്, നിന്നെ വാളൂരി വെട്ടുന്നവരുടെ മുൻപിൽ വെച്ച് നീ ദേവനാണെന്ന് നീ പറയുമോ? എനിക്ക് കാശുള്ളവനാണെന്ന് നീ പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മ്യൂച്വൽ ഹ്യൂമിലിറ്റി, അതുപോലെ തന്നെ ഹ്യൂമിലിറ്റി ബിഫോർ ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ അത് അടുത്ത ആഴ്ച പറയാം. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പരസ്പരം ഒരു മ്യൂച്വൽ ഹ്യൂമിലിറ്റി വേണം. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു പരിചയമില്ലാത്ത ഒരാള് നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. നിങ്ങൾ കസേരയിൽ ഇരിക്കുകയാണ്. അച്ഛൻ കുട്ടികളെ ഉദ്ദേശിച്ചാ പറയുന്നത്. ഒരാള് വീട്ടിലേക്ക് വരുമ്പോ നമുക്ക് ഒരു പരിചയമില്ല, പരിചയമുള്ള ആളായിക്കോട്ടെ പരിചയമില്ലാത്ത ആളായിക്കോട്ടെ, ഒരാൾ വീട്ടിലേക്ക് വരുമ്പോ ഈ കുട്ടി 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിക്കുക. ഈ കൊച്ച് എഴുന്നേറ്റ് നിൽക്കുമോ?
ഒരു മുതിർന്ന ഒരാളെ കാണുമ്പോൾ, ഒരാൾ വീട്ടിൽ വരുമ്പോൾ, ഒരു പരിചയമുള്ള നിങ്ങളുടെ ഒരു ബന്ധുവാണെന്ന് വിചാരിക്കുക, ഒരു സ്തുതി പറയുമോ? പ്രിയപ്പെട്ടവരെ, കുഞ്ഞുമക്കളെ ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന അമ്മമാരെ, കുഞ്ഞുമക്കളെ സ്തുതി പറയാൻ പഠിപ്പിക്ക. ആരും കൈയടിക്കുന്നില്ല. സ്തുതി പറയാൻ പഠിപ്പിക്ക. വരുന്ന ഒരാള് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ പഠിപ്പിക്ക. അച്ഛന്റെ മുറിയില് കുറച്ച് മാതാപിതാക്കളും മക്കളൊക്കെ ആയിട്ട് വന്നു. പിള്ളേരൊക്കെ കയറി കസേരയിലിരുന്നു. അവസാനം എഴുന്നേറ്റ് നിൽക്കുന്നത് അപ്പനും അമ്മയും എഴുന്നേറ്റ് നിൽക്കുക. കൊച്ചുങ്ങളൊക്കെ ഇരിക്കുകയാണ്. അപ്പനും അമ്മയും ഇരുന്നിട്ട് കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ഒരു ശീലം ആരുണ്ടാക്കി കൊടുക്കും? ഇനി പ്രാർത്ഥന കഴിഞ്ഞിട്ട് അപ്പനും അമ്മയ്ക്കൊക്കെ പോയി സ്തുതി കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അത് ഈ സ്തുതി കൊടുക്കുന്നത് മാത്രമല്ല, അതിലൊരു എളിമയുണ്ട്. അതിന് പ്രാർത്ഥന എത്തിച്ചിട്ട് വേണ്ട സ്തുതി കൊടുക്കാൻ. ആകെ ഇപ്പൊ സ്തുതി കൊടുക്കുന്നത് കല്യാണത്തിന് മുമ്പ്, മധുരം കൊടുത്തതിന് ശേഷം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മോളെ സ്തുതി കൊടുത്തു. പെട്ടെന്ന് സ്തുതി പറ, അത് പറയാനെന്ന് പറഞ്ഞൂടാ. സ്തുതി കൊടുത്തു, ഫോട്ടോ എടുത്തോ, കഴിഞ്ഞോ, ശരി. അടുത്ത ആൾക്ക് സ്തുതി കൊടുത്തു. ആ ഫോട്ടോയിൽ മാത്രമുണ്ട് സ്തുതി. അത് അവസാനത്തെ സ്തുതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളെ കുറിച്ച് ബോധ്യമുള്ളവരാകുമ്പോൾ അവരുടെ മുമ്പിൽ നമുക്ക് കൈകൂപ്പാൻ പറ്റും. കൈകൂപ്പി പിടിച്ച് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കും. വരുന്ന ഒരാളുടെ മഹത്വവും അയാൾ ആരാണ് എന്നുള്ളതല്ല, അയാൾ ആരുമായിക്കൊള്ളട്ടെ, നിനക്കൊന്ന് കൈകൂപ്പി ഒരു സ്തുതി കൊടുക്കാൻ പറ്റുമോ? ഒന്നാം സദനത്തിൽ നീ പഠിക്കേണ്ടത് നീ ആരാണെന്നും ദൈവം ആരാണെന്നും അപരനാരാണെന്നും നിനക്ക് എങ്ങനെ പരസ്പരം എളിമയോടുകൂടെ വ്യാപരിക്കാൻ പറ്റുമെന്നും ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിനക്ക് എങ്ങനെ വ്യാപരിക്കാൻ പറ്റുമെന്നും. കാരണം നിനക്ക് എന്തുമുണ്ടായിക്കൊള്ളട്ടെ. കൊരിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം, കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, എല്ലാം ദാനമായിരിക്കെ ഒന്നും ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞ, നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒന്നാം സദനത്തിൽ ചില അപകടങ്ങളുണ്ട്. ഒന്നാം സദനത്തിൽ പിശാചിന്റെ ചില പ്രലോഭനങ്ങളുണ്ട്. ഒന്നാം സദനത്തിൽ ചില മഹാമാരികളുണ്ട്. ഒന്നാം സദനത്തിൽ ചില സർപ്പങ്ങളുണ്ട്, സർപ്പദംശനങ്ങളുണ്ട്. നമുക്ക് ഒന്നാം സദനത്തെ കുറിച്ചുള്ള പഠനം അടുത്ത ആഴ്ച ആരംഭിക്കുകയും അത് പൂർത്തിയാക്കുകയും രണ്ടാം സദനത്തെ കുറിച്ചുള്ള പഠനം അടുത്ത ആഴ്ച ആരംഭിക്കുകയും ചെയ്യാം എന്ന് കരുതുന്നു. കണ്ണുകളടക്കം.